നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3-ലെ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. നമ്മൾ ഓൾറെഡി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്തതാണ്. നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ എന്നുള്ള മെത്തേഡ് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ പർപ്പസ് എന്താണെന്നും ആ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ഫാക്ടറിയിൽ നിന്നും ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ എന്നുള്ള മെത്തേഡ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഈ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് എന്നുള്ള ഈ ഒരു രീതി നോർത്ത് വെസ്റ്റിൻ്റെ പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രോബ്ലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് പ്രോബ്ലം. നോർത്ത് വെസ്റ്റിൽ കണ്ട അതേപോലെ തന്നെ ഒരു സപ്ലൈ ഉണ്ട്. സപ്ലൈ S1, S2, S3 ഇതൊരു 3 ഫാക്ടറി എന്ന് വിചാരിക്കുക. ഈ 3 ഫാക്ടറിയിൽ നിന്നും 7, 9, 18 എന്ന രീതിയിൽ ഇത്ര യൂണിറ്റ് സപ്ലൈ കൊടുക്കാൻ ആ ഫാക്ടറിക്ക് കഴിയും. അതേപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പ് D1, D2, D3, D4 ഡെസ്റ്റിനേഷൻ 1, ഡെസ്റ്റിനേഷൻ 2, 3, 4. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി എവിടേക്കാണോ സാധനങ്ങൾ എത്തിക്കേണ്ടത്, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് എത്തിക്കേണ്ടത്, ആ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ D1, D2, D3, D4 എന്ന് കൊടുത്തു. ചില പ്രോബ്ലത്തിൽ റീറ്റെയിൽ ഷോപ്പ് എന്നൊക്കെ കാണാം. കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഓരോ D1, D2, D3 എന്നുള്ള ഈ ഡെസ്റ്റിനേഷനിൽ വേണ്ട ഡിമാൻഡ് D1ൽ വേണ്ടത് 5 പ്രൊഡക്റ്റാണ്. ഓക്കെ, D2ൽ വേണ്ടത് 8 യൂണിറ്റാണ്, 8 യൂണിറ്റ് പ്രൊഡക്റ്റാണ്. D3ൽ വേണ്ടത് 7 യൂണിറ്റാണ്. D4ൽ വേണ്ടത് 14 യൂണിറ്റാണ്. അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷൻ പോയിന്റിലും ആവശ്യമായിട്ടുള്ള ഡിമാൻഡ്, ഓക്കെ, ഡിമാൻഡ് എന്ന ആവശ്യം, ആ ആവശ്യങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ആക്ച്വലി സപ്ലൈ മുഖാന്തരമാണ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ 3 ഫാക്ടറിയിൽ നിന്നും ഉണ്ടാകുന്ന സപ്ലൈ ആണ് താഴത്തെ ഡിമാൻഡിനെ ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, താഴത്തെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്നത് ഈ സപ്ലൈ ആണ്. സോ ഈ സപ്ലൈ 7 എന്നുള്ളത് S1 എന്നുള്ള ഫാക്ടറിയിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് യൂണിറ്റിൻ്റെ യൂണിറ്റാണ് 7. S2 എന്നുള്ളത് മാക്സിമം നമ്പറാണ് 9. S2ൽ നിന്ന് 9 യൂണിറ്റ് പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ കാറാണെങ്കിൽ 9 കാറ് S2 എന്നുള്ള ഫാക്ടറിയിൽ നിന്ന് നമുക്ക് നിർമ്മിച്ച് ഈ D1, D2, D3 എന്നുള്ള ഈ ഫാക്ടറികളിലേക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ തന്നെ S3 എന്നുള്ളത് 18 യൂണിറ്റ് പ്രൊഡക്റ്റാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ ഉള്ളിലുള്ള D1, D2, D3ൻ്റെ ഈ ഡിമാൻഡ് സപ്ലൈ ഒഴികെ ബാക്കി കാണുന്ന ഈ നമ്പേഴ്സൊക്കെ ഓരോ യൂണിറ്റിൽ ഓരോ ഡെസ്റ്റിനേഷനിലേക്കും ഓരോ ഫാക്ടറിയിൽ നിന്നും, അതായത് ഓരോ സോഴ്സിൽ നിന്നും ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിനുള്ള കോസ്റ്റുകളാണ് ആ സെല്ലിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒന്നും കൂടെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി നോക്കാം എന്താണ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് മനസ്സിലാക്കാം. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, അതിൽ ഈ പേരിൽ തന്നെ ഒരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ലീസ്റ്റ് കോസ്റ്റ്, ഏറ്റവും ചെറിയ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ തന്നെ, ഈ സെയിം ടേബിളാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞു ഈ സപ്ലൈ അതേപോലെ ഡിമാൻഡ്, ഇത് രണ്ടും ഒഴികെയുള്ള നമ്പേഴ്സ് അത് കോസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 7, 9, 18, 5, 8, 8, 7, 14 ഈ 4 താഴെ കാണുന്ന ഈ 4 സംഖ്യ, ഡിമാൻഡിൽ കാണുന്ന ഈ 4 സംഖ്യയും സപ്ലൈയിൽ കാണുന്ന ഈ 3 സംഖ്യയും എന്തല്ല, കോസ്റ്റ് അല്ല. ഇതൊഴികെ ബാക്കി കാണുന്ന, അപ്പോൾ 9, 30, 50, 10, 70, 30, 40, 60, 40, 8, 70, 20 ഇത്രയും ഭാഗമാണ് കോസ്റ്റിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഈ സപ്ലൈയും ഡിമാൻഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എങ്കിൽ മാത്രമേ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കി നോക്കാം. 5ഉം 8ഉം 13ഉം 7ഉം 20ഉം 10ഉം 30, 34 അല്ലേ. ഇവിടെ നോക്ക് 9ഉം 7ഉം 9, 7ഉം വരുന്നത് 16ആണ്. 16ഉം 18ഉം 34. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ എന്ത് ചെയ്യണം, സം ചെയ്യുന്ന സമയത്ത് അത് ഈക്വൽ ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിലേക്ക് കിടക്കുകയാണ്. ലീസ്റ്റ് കോസ്റ്റ്, അപ്പോൾ ഇതിൽ ഈ കോസ്റ്റുകൾ ഏറ്റവും ചെറിയ സംഖ്യ ലീസ്റ്റ് കോസ്റ്റാണ് അല്ലേ. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ്, ഏറ്റവും ചെറിയ ചിലവ് ഏതാ, ഇവിടെ 19, 30, 50, 10 ഇങ്ങനെ നോക്കി വരുമ്പോൾ 8 ആണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് അല്ലേ. അപ്പോൾ ലീസ്റ്റ് കോസ്റ്റ് ഇവിടെ ഏതാ, 8 ആണ്. അപ്പോൾ 8 സപ്ലൈ 18 ആണ്, ഡിമാൻഡ് 8 ആണ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു സെല്ലിൽ, അതായത് S3D2 എന്നുള്ള ഈ ഒരു സെല്ലിൽ എത്ര ആവശ്യമുള്ളത്? 8 ആവശ്യമുള്ളത്. പക്ഷെ ഇവിടെ എത്ര കൊടുക്കാണ്ട്? 18 കൊടുക്കാണ്ട്. അതായത് 18ഉം 8ഉം. ഈ 18ഉം 8ലും ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 8 ആണ്. ആ 8 ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ 8 ഇവിടുന്ന് 8 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 0 ആയി അല്ലേ? 18 8 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തായി? 10 ആയി. അടുത്ത സ്റ്റെപ്പ് നോക്ക്. ഇവിടെ നമ്മൾ 8 കൊടുത്തപ്പോൾ ഇവിടെ 0 ആയി, ഇവിടെ 10 ആയി അല്ലേ? ഇവിടെ 8 എന്ന് വന്നാൽ എന്തായി മാറി? 0 10 ആയി മാറി. കാരണം എന്താ? 8 കൊടുത്തു. അപ്പോൾ 0 ആയി കഴിഞ്ഞാൽ 0ക്ക് നേരക്കുള്ള ആ ഒരു കോളം നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നിങ്ങൾ അടുത്ത ഒരു ടേബിൾ വരക്കുമ്പോൾ ഈ കോളം വരയ്ക്കേണ്ട ആവശ്യമില്ല. എന്ത് വരച്ചാൽ മതി? D1 D3 D4 അതേപോലെ S1 S2 S3 മാത്രം വരച്ചാൽ മതി. പിന്നെ സപ്ലൈ ഉണ്ടാവും, ഡിമാൻഡും ഉണ്ടാവും. ഈ കോളം നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഈ 0 മുതൽ 8 30 30 D2 എന്നുള്ള ഈ ഒരു കോളം നമ്മൾ വരക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ പ്രോബ്ലത്തിൽ കാണിച്ചിട്ടുണ്ട്. അത്ര നല്ലതല്ല. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ അത് ഒഴിവാക്കലാണ്, ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ചെയ്ത പോലെ ആ ഒരു കോളം അപ്പാടെ ഒഴിവാക്കലാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നോക്ക്, ഇവിടെ ഈ ഒരു കോളം വെട്ടിപ്പോയി. ഇനി ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? 19 70 40 50 40 70 10 60 20 ഈ വാല്യൂസ്, ഈ കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡ് ചെയ്യണം. ഈ കോസ്റ്റുകളിൽ ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാ? 19 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്, പിന്നെ 10 ഉണ്ട്. ഓക്കെ, ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 10 ആണ്. നോക്കി മനസ്സിലാവുന്ന ഏറ്റവും ചെറുത് ഏതാ? 10 ആണ്. അപ്പോൾ 10 നേരക്ക് സപ്ലൈ എത്രയാണ്? 7 ആണ്. എത്ര ഡിമാൻഡ്? എത്രയാണ് ആവശ്യമുള്ളത്? 14 ആണ്. 7 കൊടുക്കാനുള്ളൂ, പക്ഷേ 14 ആവശ്യം. അപ്പോൾ 14 7 ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 7 ആണ്. ആ 7 ഇവിടെ കൊടുക്കുക. 7 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 7ൻ്റെ സ്ഥാനത്ത് എന്തായി മാറി? 0 ആയി മാറി. 14ൻ്റെ സ്ഥാനത്ത് എന്തായി മാറി? 14 7 പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഉള്ളത്? 7 മാത്രമേ ഉള്ളൂ. അതാണ് ഈ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ ഇവിടെ 7 നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ഈ ഇപ്പോൾ റെഡ് കളറിൽ കൊടുത്തത് അലോക്കേറ്റ് ചെയ്യാന്ന് പറയും നമ്പർ. ഓക്കെ, അലോക്കേറ്റഡ് നമ്പർ എത്രയാണ്? 7 ആണ്. അപ്പോൾ ഇവിടെ 7 ആയിരുന്നു. 7 പോയി കഴിഞ്ഞാൽ ഇവിടെ 0 ആവും. 14 7 പോയി കഴിഞ്ഞാൽ അവിടെ 7 ആവും. 0 7. ഈ 0യോടൊക്കെ നേരക്കുള്ള ആ ഒരു റോ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി S1 നമ്മൾ എന്ത് ചെയ്യണ്ട? മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇപ്പോൾ D2 നമ്മളിന്ന് പോയി, S1 നമ്മളിന്ന് പോയി. ഇനിയുള്ളത് എന്താ? D1 ഉണ്ട്, D4 ഉണ്ട്, S2 ഉണ്ട്, S3 ഉണ്ട് അല്ലേ? ഇനി ഇത് നോക്കി, ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാ? പിന്നുള്ളത് 70 40 60 40 70 20. ഏറ്റവും മിനിമം വാല്യൂ 20 ആണ് അല്ലേ? ലീസ്റ്റ് കോസ്റ്റ് 20 ആണ്. ഈ 20ക്ക് നേരെയുള്ള സപ്ലൈ 10 ആണ്. ഡിമാൻഡ് എത്രയാണ്? 7 ആണ്. 7 മതി, പക്ഷെ എത്ര ഉണ്ട് കൊടുക്കാൻ? 10 കൊടുക്കാണ്ട്. അപ്പോൾ 10ഉം 7ഉം നോക്കുക. ഏറ്റവും ചെറിയ വാല്യൂ 7 ആണ്. 7 ഇവിടെ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ 7 അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ആവും. 10 7 പോയി കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും അല്ലേ? ഇവിടെ 7 ആണ് നമുക്ക് വേണ്ടത്. 10 7 കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവുക? 3 ഉണ്ടാവുക. ആ ഒരു കോൺസെപ്റ്റിലാണ് സംസാരിക്കുന്നത് കേട്ടോ. നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് എന്താ ചെയ്തു? ഈ 20ക്ക് നേരെയുള്ള സപ്ലൈ നോക്കി, അത് 10 ആണ്. ഡിമാൻഡ് നോക്കി 7 ആണ്. ഇതിലേറ്റവും ചെറിയ വാല്യൂ ഏതാണ്? 7 ആണ്. 7 ഇവിടെ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 0 ആവും, ഇവിടെ 3 ആവും. ഓക്കെ, ഇതാ 7 അലോക്കേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 0 ആയി, ഇവിടെ 3 ആയി. 0ക്ക് നേരക്കുള്ള ഈ റോ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാണ്. ഓക്കെ, അപ്പോൾ ഇതുകൂടി ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ ബാക്കിയുള്ള കോസ്റ്റുകൾ നോക്കി നോക്ക്. ബാക്കി ഇനി D1ഉം അതേപോലെ D3 മാത്രമേ ഉള്ളൂ. S2ഉം S3യും കൂടെ ഉണ്ട് അല്ലേ? ഇതിൽ 70 ഉണ്ട്, 40 ഉണ്ട്, 40 ഉണ്ട്, 70 ഉണ്ട്. ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ 40 ആണ്. പക്ഷേ ഒരു വിഷയമുണ്ട്, ഇവിടെയും 40 ഉണ്ട്, ഇവിടെയും 40 ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് 40 തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം. അത് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് നമ്പർ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ആയിട്ട് ഇപ്പോൾ അവിടെ 40 40 രണ്ടും ലീസ്റ്റ് വാല്യൂ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ നേരക്കുള്ള ഡിമാൻഡ് നോക്കുക. ഇവിടെ ഈ സെല്ലിലെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 5 ആണ്. എന്നാൽ ഇവിടുത്തെ ഡിമാൻഡ് എത്രയാണ്? 7 ആണ്. അപ്പോൾ ഏതിലാണോ ഡിമാൻഡ് അധികമുള്ളത് അത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ 40 നോക്കിയാൽ ഏത് 40 തിരഞ്ഞെടുക്കേണ്ടത്? ഈ 40 തിരഞ്ഞെടുക്കണം. എന്താ കാരണം? അതിന് ഡിമാൻഡ് ഇവിടെ 7 ആണ്, കൂടുതലാണ്. 5നേക്കാൾ ഈ 40യുടെ നേരക്കുള്ള ഡിമാൻഡായിട്ടുള്ള 5നേക്കാൾ കൂടുതലാണ് ഈ 40യുടെ നേരക്കുള്ള ഡിമാൻഡായിട്ടുള്ള 7. ഓക്കെ, ഇപ്പോൾ ഈ 40യുടെ നേരക്ക് 7 ഉള്ളത്. എത്ര സപ്ലൈ കൊടുക്കാനുള്ളത്? 9 ആണ്. അപ്പോൾ 9ഉം 7ഉം മിനിമം വാല്യൂ ഏതാണ്? 7 ആണ്. 7 ഇവിടെ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ 7ൽ 7 പോയി കഴിഞ്ഞാൽ 0 ആയി. 9ൽ 7 പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? 2 ഉള്ളത്. അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ 7 കൊടുത്തു, ഇവിടെ 0 ആയി, ഇവിടെ 2 ആയി. അപ്പോൾ ഇവിടെ 0 കൊടുത്തപ്പോൾ ഈ 0 ആയപ്പോൾ ഈ 0 എന്നുള്ളതിൻ്റെ ഈ റോ
ഈ ഒരു കോളം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള കോസ്റ്റ് നോക്കി നോക്കി. ബാക്കിയുള്ള കോസ്റ്റ് ഇപ്പോൾ ഇവിടെ ഏതൊക്കെയുള്ളത്? 70 ഉണ്ട്, അതേപോലെ 40 ഉണ്ട്, ബാക്കിയൊന്നുമില്ല. ഓക്കെ, നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ചെയ്ത പോലെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ വെട്ടി കളിക്കാതെ ഈ വെട്ടിപ്പോയ ആ റോയും കോളൊക്കെ അപ്പാടെ അടുത്ത ടേബിൾ വരക്കുമ്പോൾ ഒഴിവാക്കലാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ അതിൽ 70 40 ഏറ്റവും ചെറുത് ഏതാ? 40 ആണ്. 40യുടെ നേരക്കുള്ള ഡിമാൻഡ് 5 ആണ്, സപ്ലൈ 3 ആണ്. അപ്പോൾ 5 3 ഏറ്റവും ചെറിയ വാല്യൂ 3 ആണ്. ആ 3 ഇവിടെ കൊടുത്തു. 3 ഇവിടെ കൊടുത്തപ്പോൾ ഇവിടെ 0 ആയി. ഇവിടെ എത്ര ആയിരിക്കും? അപ്പോൾ 5 3 പോയാൽ 2 ആയിരിക്കും അല്ലേ? അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മളെന്ത് ചെയ്തു? ഇവിടെ 3 കൊടുത്തു, അപ്പോൾ ഇവിടെ 0 ആയിപ്പോയി. ഇവിടെ 5 ഉള്ള എന്തായി മാറി? 2 ആയി മാറി. അപ്പോൾ 0ക്ക് നേരക്കുള്ള ആ ഒരു റോയും നമ്മൾ വെട്ടിക്കളഞ്ഞു. ഓക്കെ, പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടോ? ഉണ്ടല്ലേ, 70 ഉണ്ട്. അപ്പോൾ 70 ഒറ്റക്കായതുകൊണ്ട് ഇനി ഇയാളേക്കാൾ ഈ 70നേക്കാൾ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരു കോസ്റ്റേ ബാക്കി ബാലൻസ് ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഇതേപോലെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു പോയി. അപ്പോൾ 70ൽ എത്ര ഡിമാൻഡ് ഉള്ളത്? 2 ആണ്. എത്ര കൊടുക്കാനുള്ളത്? 2 തന്നെയാണ് അല്ലേ? അപ്പോൾ 2, അപ്പോൾ ചെറുത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 കൊടുത്തു. 2 കൊടുത്താൽ 2 2 ഇവിടെ 0 ആവും, ഇവിടെയും 0 ആവും. ഓക്കെ, അതായത് ഇങ്ങനെയായി മാറും, 0 0 ആയി മാറി. ഇപ്പോൾ എല്ലാ സെല്ലിലും നമ്മൾ എന്ത് ചെയ്തു? ലീസ്റ്റ് കോസ്റ്റ് നോക്കി എല്ലാ സെല്ലും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ 70യുടെ കൂടെ 2 ആണ് ഇവിടെ അലോക്കേറ്റ് ചെയ്തത്, 40യുടെ കൂടെ ഇവിടെ 7 ആണ് അലോക്കേറ്റ് ചെയ്തത്, 10ൻ്റെ കൂടെ ഇവിടെ 7 ആണ് അലോക്കേറ്റ് ചെയ്തത്, 40യുടെ കൂടെ 3 അലോക്കേറ്റ് ചെയ്തു, 8ൻ്റെ കൂടെ 8 അലോക്കേറ്റ് ചെയ്തു, 20യുടെ കൂടെ 7 അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഒരു പുതിയ ടേബിൾ വരയ്ക്കുകയാണ്. ഈ പുതിയ ടേബിൾ വരക്കുമ്പോൾ D1 ഉണ്ടാവും, D2 ഉണ്ടാവും, D3 ഉണ്ടാവും, D4 ഉണ്ടാവും, S1 S2 S3 ഒക്കെ ഉണ്ടാവും. അതിലൂടെ കോസ്റ്റും ഉണ്ടാവും. കോസ്റ്റിൻ്റെ കൂടെ ഈ അലോക്കേറ്റ് ചെയ്ത നമ്പറും അതിൻ്റെ കൂടെ ഉണ്ടാവും. അതാണ് ഈ ടേബിൾ. ഈ റെഡിൽ കൊടുത്തിട്ടുള്ള എന്താണ്? അലോക്കേറ്റ് ചെയ്താണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു റൗണ്ടിലോ എന്തിലും മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂളും ഇതേപോലെ പഠിച്ചിരുന്നു, അലോക്കേഷൻ പഠിച്ചിരുന്നു. ആ സെയിം മെത്തേഡ് തന്നെയാണ്, വേറെ ഡൗട്ടൊന്നുമില്ല. അവിടെ നോർത്ത് വെസ്റ്റ് കോർണർ നോക്കിയിട്ടായിരുന്നു അലോക്കേഷൻ ഉള്ളത്. ഇവിടുത്തെ അലോക്കേഷൻ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് നോക്കിയിട്ടാണ് ഇവിടുത്തെ അലോക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്താൽ മതി? നോക്കാം. 10 × 7 താഴെ നോക്കി. 10 × 7 പ്ലസ് 7 × 2 70 × 2 70 × 2 70 × 2 താഴെ കൊടുത്തു. 70 × 2 പ്ലസ് 40 × 7 40 × 7 പ്ലസ് 40 × 3 പ്ലസ് 8 × 8 പ്ലസ് 20 × 7 താഴെ കാണിച്ചിട്ടുണ്ടാവും, നിങ്ങൾ നോക്കണം. അപ്പോൾ നമുക്കിവിടെ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇതൊക്കെ പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 814 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? S1 S2 S3 എന്നുള്ള 3 സോഴ്സിൽ നിന്നും 7 9 18 എന്ന സപ്ലൈക്ക് അനുസരിച്ച് D1 D2 D3 D4 എന്നുള്ള 4 ഡെസ്റ്റിനേഷനിലേക്ക് 5 8 7 14 എന്ന ഡിമാൻഡ് പ്രകാരം ഓരോ സോഴ്സിൽ നിന്നും ഓരോ ഡെസ്റ്റിനേഷനിലേക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ കോസ്റ്റും പരിഗണിച്ച് മിനിമം കോസ്റ്റ് എത്ര വരും? 814 രൂപ എന്താണോ അത്. ഓക്കെ, 814 ആണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട മറ്റൊരു രീതി, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് മനസ്സിലാക്കാൻ വലിയ പണിയൊന്നുമില്ല. നോർത്ത് വെസ്റ്റ് കോർണർ റൂളും ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം, നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ നമ്മൾ നമ്പർ അലോക്കേറ്റ് ചെയ്യുന്നത് സപ്ലൈക്കും ഡിമാൻഡും അനുസരിച്ച് നമ്പർ അലോക്കേറ്റ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ നോക്കിയിട്ടായിരുന്നു. എന്നാൽ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൽ ലീസ്റ്റ് കോസ്റ്റ് സെല്ല് ഏതാണോ, ഏറ്റവും ചെറിയ കോസ്റ്റ് കാണിക്കുന്ന സെല്ല് ഏതാണോ, ആ സെല്ലിലാണ് സപ്ലൈയും ഡിമാൻഡും നോക്കിയിട്ട് നമ്മൾ നമ്പർ അലോക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു മാറ്റം മാത്രമേ നമുക്കിതിൽ കാണാനുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. രണ്ടും വളരെ എഫക്റ്റീവായിട്ട് തന്നെ പഠിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.